നമസ്കാരം. ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ ആശങ്കയാണ് വിരമിക്കുമ്പോൾ സാമ്പത്തിക സുരക്ഷ ഉണ്ടാകുമോ എന്നത്. ഏകദേശം 12 ലക്ഷം നിലവിലുള്ളതും വിരമിച്ചതുമായ സർക്കാർ ജീവനക്കാർക്ക് പഴയ പെൻഷൻ പദ്ധതി ഒരു നയത്തേക്കാൾ കൂടുതലാണ്. അത് അന്തസ്സുള്ള ജീവിതത്തിന്റെ ഉറപ്പും ഗ്യാരണ്ടീഡ് വരുമാനവും കുടുംബത്തിനുള്ള സുരക്ഷയുമായിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ OPS എന്താണ്, NPS-നേക്കാൾ എങ്ങനെ വ്യത്യസ്തമാണ്, ആർക്കാണ് യോഗ്യതയുണ്ടാവുക, യഥാർത്ഥ പെൻഷൻ എത്ര ലഭിക്കും, 2026-ൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നിവ എല്ലാം വിശദമായി സംസാരിക്കാം. ഓൾഡ് പെൻഷൻ സ്കീം അഥവാ OPS ഒരു നിർവചിക്കപ്പെട്ട ആനുകൂല്യ പദ്ധതിയാണ്. പെൻഷൻ എത്രയെന്ന് മുൻകൂട്ടി അറിയാൻ കഴിയും. വിപണി ഉയർന്നാലും താഴ്ന്നാലും മാറ്റമുണ്ടാകില്ല. പെൻഷൻ നൽകാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടാകും. ജീവനക്കാരൻ ജീവിതകാലം മുഴുവൻ സേവനം നൽകുന്നു. വിരമിക്കുമ്പോൾ സർക്കാർ ഒരു സ്ഥിരമായ പ്രതിമാസ പെൻഷനും നൽകുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്: യഥാർത്ഥ വ്യത്യാസം എന്താണ്? റിസ്ക് ആരാണ് ഏറ്റെടുക്കുന്നത്? റിസ്ക് സർക്കാരാണ് ഏറ്റെടുക്കുക. വരുമാനം ഗ്യാരണ്ടീഡ് ആയിരിക്കും. മാർക്കറ്റ് സ്വാധീനം ഒന്നും ഉണ്ടാകില്ല. ഇതാണ് OPS-ൽ ഉണ്ടാവുക. NPS-ൽ ജീവനക്കാരനായിരിക്കും റിസ്ക് ഉണ്ടാവുക. വരുമാനം മാർക്കറ്റ് ആശ്രിതമായിരിക്കും. OPS ഒരു വ്യക്തിയെ മാത്രമല്ല, കുടുംബത്തെ ഒട്ടാകെ സംരക്ഷിക്കുന്നു. ഒരു പെൻഷനർ മരണമടഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, യോഗ്യരായ ആശ്രിതർ കുടുംബ പെൻഷൻ ലഭിക്കും. വിരമിച്ചയാൾക്ക് ആജീവനാന്ത പെൻഷൻ ലഭിക്കും. മരണശേഷം കുടുംബ പെൻഷൻ സജീവമാണ്. ഇതാണ് OPS-ന്റെ ഏറ്റവും വലിയ മാനുഷിക മൂല്യം. OPS-ന്റെ ഉറപ്പ് വിരമിക്കൽ ആസൂത്രണത്തിന് ഒരു ശക്തമായ അടിത്തറ നൽകുന്നു. ഏകദേശ വരുമാനം മുൻകൂട്ടി അറിയാൻ കഴിയും. ആരോഗ്യ ചെലവ് പ്ലാൻ ചെയ്യാനും കഴിയും. അധിക നിക്ഷേപങ്ങൾ എടുക്കാം. പല വിരമിച്ചവരും OPS-നെ സ്പ്രിംഗ് ബോർഡായി ഉപയോഗിച്ച് അധിക സമ്പാദ്യം കെട്ടിപ്പടുക്കുന്നു. സാധാരണ സംശയങ്ങൾ ഉണ്ടാകാം: സർക്കാർ OPS നിബന്ധനകൾ മാറ്റുമോ? ഭാവിയിലെ ജീവനക്കാർക്ക് മാറ്റം ഉണ്ടാകുമോ? നിലവിലുള്ളവർക്ക് സാധാരണയായി സംരക്ഷണം ലഭിക്കുമോ? OPS NPS-നേക്കാൾ സുരക്ഷിതമാണോ? അതെ. മാർക്കറ്റ് റിസ്ക് ഇല്ല, സർക്കാർ ഗ്യാരണ്ടി ഉണ്ടാകും. OPS ഒരു പെൻഷൻ പദ്ധതി മാത്രമല്ല, അത് അന്തസ്സിന്റെ ഉറപ്പാണ്. ജീവിതകാല സുരക്ഷയും കുടുംബത്തിനുള്ള കരുതലുമാണ്. 2026-ൽ OPS സംബന്ധിച്ച ചർച്ചകൾ കൂടുതൽ ശക്തമാകുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? OPS തിരികെ വരണമോ? NPS പരിഷ്കരണം മതിയോ? കമന്റ് ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി.